പ്രധാനമന്ത്രിയെയും അമ്മയെയും അധിക്ഷേപിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ ജാൻമണിക്കെതിരെ കേസ്. യുവമോർച്ച മീഡിയ സെൽ കൺവീനർ നന്ദു എസ് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. കേസെടുക്കണം എങ്കിലേ പലരും പഠിക്കത്തുള്ളൂ. കേസെടുത്ത് പ്രശ്നമായാലേ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ എന്ത് വിളിച്ച് പറയണം, എന്ത് പറയാൻ പാടില്ല എന്നുള്ള ബോധം ഇപ്പോഴും പലർക്കും ഇല്ല. കുറച്ചെങ്കിലും ബോധമുള്ളവരോട് മാത്രമേ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരെ ഒന്നും നമുക്ക് പറഞ്ഞ് തിരുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇങ്ങനെ കേസും പ്രശ്നവും ഒക്കെ ആയതിനു ശേഷം മാത്രമേ ഇവരൊക്കെ ഒന്ന് അടങ്ങത്തുള്ളൂ. എന്നാലും അടങ്ങോ ഇല്ല. ഇപ്പൊ ജാൻമണിയുടെ കാര്യം തന്നെ എടുക്കാം. ജാൻമണി ഡൽഹിയിലെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി അവിടെ പോയി സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്തു. എല്ലാം നല്ല കാര്യമാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോഴേക്കും കുറച്ച് മീഡിയ അറ്റൻഷൻ കിട്ടി. മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോഴേക്കും പുള്ളിക്കാരിയുടെ കൈവിട്ടങ്ങ് പോയി. പിന്നെ വായി തോന്നിവാസം വിളിച്ച് പറയുകയാണ്. ആരെ പറ്റി? പ്രധാനമന്ത്രിയെ പറ്റി. നോർമൽ ആയിട്ടുള്ള സാധാരണ ഒരു സിറ്റിസണിനെ പറ്റിയിട്ട് പോലും ഇത്തരം വൃത്തികേടുകൾ വിളിച്ചു പറയാൻ ആർക്കും അവകാശമില്ല. അപ്പൊ പ്രധാനമന്ത്രിയെ പറ്റിയിട്ട് പറഞ്ഞാലും എല്ലാവരും എടുത്ത് പൊക്കി കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്, എല്ലാം ഉണ്ട്, സമ്മതിച്ചു. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തോന്നിവാസം പറയാനുള്ള സ്വാതന്ത്ര്യമല്ല. നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, ഒരു വ്യക്തിയെ വിമർശിക്കാം, ആ വ്യക്തിയെ കുറ്റം പറയാം, അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റിയിട്ടുള്ള അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്താം. അതെല്ലാം ശരിയായ രീതിയിലായിരിക്കണം. പലരും തെറ്റിദ്ധരിച്ചേക്കുവാണ്. ഈ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പലരും അനാവശ്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന സ്വാതന്ത്ര്യം അതൊരിക്കലും തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ളതല്ല, അല്ലെങ്കിൽ തോന്നിവാസം വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമല്ല. നേരായ രീതിയിലായിരിക്കണം നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ വിനിയോഗിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് അതൊരു പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. ഇപ്പൊ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തി നരേന്ദ്രമോദി, അദ്ദേഹത്തിനോട് പലർക്കും എതിർപ്പുണ്ടാകും. അദ്ദേഹത്തിന്റെ ഐഡിയോളജി, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ, എല്ലാത്തിനോടും വിമർശനം ഉണ്ടാകും, എല്ലാത്തിനോടും നമുക്ക് എതിർപ്പുണ്ടാകും. നമുക്ക് ഒരു വ്യക്തിയോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റുമോ? ഇല്ല. അഭിപ്രായത്തിനോടും ഒക്കെ നമുക്ക് വിമർശനം ഉണ്ടാകും. അത് വിമർശനം രേഖപ്പെടുത്താം, നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, പൊളിറ്റിക്കൽ ക്രിറ്റിസിസം നടത്താം. അദ്ദേഹം ആ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നടപടി തെറ്റാണ് എന്ന രീതിയിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, നമുക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. പക്ഷെ ജാൻമണി ഇവിടെ എന്താണ് ചെയ്തത്? കിളവൻ, അവൻ, പിന്നെ തമ്പാക്കടിച്ചിട്ട് വന്നിരിക്കുന്നു, ചായക്കടക്കാരൻ, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപഹസിക്കുകയാണ് ചെയ്തത്, അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. അതൊക്കെ പോട്ടെ, പക്ഷേ അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണ്, അദ്ദേഹത്തിന്റെ വേരുകളെ ചോദ്യം ചെയ്യുവാണ്. മരണപ്പെട്ടു പോയിട്ടുള്ള 2 വ്യക്തികളെയും കൂടിയാണ് അപമാനിച്ചത്, അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയെയും. അമ്മയെ ചോദ്യം ചെയ്തു വെക്കുന്നു. അതായത് അച്ഛനില്ലാതെയാണ് മകൻ ഉണ്ടായത്. അപ്പൊ അതിലൂടെ എന്താണ്? ഒരു അമ്മയുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്തേക്കാണ്. ജാൻമണി താനൊരു സ്ത്രീ ആകണമെന്ന് ആഗ്രഹിച്ച് സ്ത്രീത്വത്തെ സ്വയം ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജാൻമണി. ജാൻമണി ഒരു ട്രാൻസ് വുമൺ ആണ്, ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി തന്നെ ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയിം ഓൺ യു ജാൻമണി. ഇപ്പൊ വന്നിരുന്ന് പ്രശ്നമായപ്പോഴേക്കും വന്നിരുന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട്. ആ ക്ഷമയിൽ ഒരു ജെനുവിനിറ്റിയും തോന്നുന്നില്ല. എന്റെ സംസാരത്തിന്റെ പ്രശ്നമാണ്, എന്റെ ലാംഗ്വേജിന്റെ പ്രശ്നമാണ്, ഒരിക്കലുമല്ല. ലാംഗ്വേജിന്റെ പ്രശ്നമല്ല, അത് കൃത്യമായിട്ട് ജാൻമണി ഉദ്ദേശിച്ച് അർത്ഥവത്തായിട്ട് മീൻ ചെയ്തു തന്നെ പറഞ്ഞതാണ് എന്നുള്ളത് ജാൻമണിയുടെ സംസാരത്തിൽ വ്യക്തമാണ്. ഇനി എന്ത് ന്യായീകരിച്ചാലും, എന്ത് മാപ്പ് പറഞ്ഞാലും, ഇപ്പൊ മാപ്പ് പറയാം, നമ്മൾ ഒരാളെ വിഷമിപ്പിച്ചു, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തെറ്റൊക്കെ നമ്മുടെ വായിന്ന് വരുമ്പോൾ മാപ്പിലൂടെ നമുക്കതിനെ ഇത് ചെയ്യാം. പക്ഷേ ഇതെങ്ങനെയാണ് മാപ്പിലൂടെ ഒതുക്കി തീർക്കാൻ വേണ്ടി പറ്റുന്നത്? പബ്ലിക്കായിട്ട് വന്നിരുന്ന് അങ്ങ് ചീത്ത വിളിക്കുകയാണ്, തോന്നിവാസം പറയുകയാണ്, ഒരാളുടെ മാതാവിനെ അപമാനിക്കുകയാണ്. ഓക്കെ, അദ്ദേഹത്തിനോട് നമുക്ക് വിമർശനം ഉണ്ടാകാം, അദ്ദേഹം ചെയ്തത് തെറ്റാണ്. ജാൻമണിക്ക് പറയാമായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് സ്റ്റുഡൻസിനെ ഇത് ചെയ്യാത്തത്, അദ്ദേഹം ചെയ്തത് തെറ്റാണ്, അദ്ദേഹത്തിന് റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല, ഈ രീതിയിൽ നമുക്ക് പറയാം. ഇപ്പൊ അദ്ദേഹത്തെ ആരും പോയി കുമ്പിട്ട് വണങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാനം പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ആ ഒരു സീറ്റിൽ അദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം അതിനെ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തെ റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതൊരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യമാണ്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ റെസ്പെക്ട് ചെയ്യുക, അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് വേണ്ട മര്യാദ കൊടുക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ സിറ്റിസൺ ആണ് നമ്മളെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കണം. മറ്റുള്ള രാജ്യത്തെ സിറ്റിസൺ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിലെ ഇന്ത്യൻ സിറ്റിസൺസ് റെസ്പെക്ട് ചെയ്തിരിക്കണം.
അദ്ദേഹത്തോടുള്ള എതിർപ്പുകൾ നേരായ രീതിയിൽ നമുക്ക് രേഖപ്പെടുത്താം. അഭിപ്രായം നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കാം. സോഷ്യൽ മീഡിയയിലോ ഏത് രീതിയിലും ഇപ്പൊ നമുക്ക് എഴുതിയിടണമെങ്കിലോ വാക്കുകളിലൂടെ ഉപയോഗിക്കണമെങ്കിലോ നമുക്ക് അഭിപ്രായം പറയാം, നമുക്ക് വിമർശിക്കാം. പക്ഷെ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ എല്ലാ ആൾക്കാരും പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ കളിയാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്നേ വരെ അതിനോട് യോജിക്കുന്ന ഒരാളല്ല. ഇപ്പൊ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ടാകും. എന്നാലും ഒരുപാട് ആൾക്കാർ കളിയാക്കി പറയുന്നതാണ്. ഡൽഹിയിൽ പോയി നടന്ന പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ പോലും സ്റ്റുഡൻസ് കളിയാക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ചായക്കടക്കാരൻ. അപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഈ ചായക്കടക്കാരൻ എന്താണ് പ്രശ്നം? അതെന്താ വല്ല പരിഹസിക്കുന്ന ജോലി വല്ലോ ആണോ? ഈ ഒരു ചായക്കടക്കാരൻ, ചായ കൊടുക്കുന്ന ഒരാള്, അതെന്ത് തെറ്റായിട്ടുള്ള വല്ല ജോലി വല്ലോ ആണോ? നമ്മുടെ നാട്ടിൽ എത്രയോ ചായക്കടക്കാരുണ്ട്. ഈ ചായക്കടക്കാരൻ എന്ന് പറയുന്ന ആ ഒരു സാധനം തെറ്റാണോ? ഇപ്പൊ കള്ളക്കടത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ചായക്കടക്കാരൻ എങ്ങനെയാണ് തെറ്റാകുന്നത്? എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, ഒരു ചായക്കടക്കാരനായിട്ടിരുന്ന ഒരു വ്യക്തിക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകരുത് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു റെസ്പെക്ട് എന്താണെന്ന് അറിയാമോ? ആ ഒരു പൊസിഷനിൽ ഇരുന്ന, അത്രയും സാധാരണക്കാരനായിട്ടിരുന്ന ഒരു വ്യക്തി ഇതെല്ലാം താണ്ടി രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? ഓക്കെ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ചുറ്റുപാട് എന്തുമായിക്കോട്ടെ, ഐഡിയോളജി എന്തുമായിക്കോട്ടെ, അതിനുവേണ്ടി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ അദ്ദേഹം എവിടെ നിന്നു, ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതൊരു ഹ്യൂജ് ആയിട്ടുള്ള കാര്യമാണ്. എന്നെ കൊണ്ട് പറ്റുമോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവാൻ? പറ്റത്തില്ല. നമ്മൾ ഈ കിടന്ന് ചെലച്ചോണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് നിലവിളിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ? അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ പ്രൊബബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ അത്രയും ചെറിയൊരു പ്രൊബബിലിറ്റിയിൽ നിന്ന് ഒരു വ്യക്തി ചായക്കടക്കാരൻ നിന്ന് പ്രധാനമന്ത്രി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അദ്ദേഹത്തെ എന്തിനാണ് ഈ ചായക്കടക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചായക്കടക്കാരൻ എന്നുള്ളത് ഒരു ചീത്തയായിട്ടുള്ളൊരു കാര്യമാണോ? ഓക്കെ, അപ്പൊ എല്ലാം നല്ലതാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ, അല്ലെങ്കിൽ വിമർശിക്കേണ്ട രീതിയിൽ, സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള മെസ്സേജ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. ഇവരെ പോലെയുള്ള ആൾക്കാർ വായി തോന്നിയത് വിളിച്ചങ്ങ് പറയുകയാണ്. പേളിമണിയുടെ കേസ് തന്നെ എടുക്കുക. പേളിമണി ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിനോട് നമുക്ക് വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ വിയോജിപ്പ് നമ്മൾ രേഖപ്പെടുത്തുക. പക്ഷേ ഉടനെ പേളിമണിയുടെ വീട്ടുകാരെ കുറ്റം പറയുന്നു, വീട്ടിലിരിക്കുന്ന 2 കൊച്ചുപിള്ളാരെ കുറ്റം പറയുന്നു, ഭർത്താവിനെ കുറ്റം പറയുന്നു. ഇതൊക്കെ എന്താണ്? ഈ ഒരു മൈൻഡ് സെറ്റ് എവിടെ നിന്ന് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയയിലുള്ള മിക്ക ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇതാണ്. നമ്മൾ എല്ലാവരോടും നമ്മൾ അംഗീകരിക്കണമെന്നില്ല. ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അവരവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് അഭിപ്രായം പറയാം. നമ്മൾക്കൊരാളോട് വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ വിയോജിപ്പ് നേരായ രീതിയിൽ നമുക്ക് രേഖപ്പെടുത്താം, ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷേ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത് തോന്നിവാസം വിളിച്ച് പറഞ്ഞുകൊണ്ടല്ല. അതിനിയെങ്കിലും ആൾക്കാർ മനസ്സിലാക്കുക. അതേ സെയിം സാധനമാണ് ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് സെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ നമുക്ക് അഭിപ്രായം പറയാം. ആ കമന്റ് എന്ന് പറയുന്നത് തോന്നിവാസമായിരിക്കരുത്. എല്ലാവരും പറയും നിങ്ങൾ വീഡിയോ ഇട്ടത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ. ഓക്കെ, ആ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുക. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഒരു 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 റൂൾ അല്ലെങ്കിൽ ഒരു സംഭവം നമുക്ക് വെക്കുക, നമ്മളോട് കാര്യങ്ങൾ പറയുക, ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇപ്പൊ കൈവിട്ടു പോയില്ലേ? ഇത്രയും വലിയ തോന്നിവാസം സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞിട്ട് അയ്യോ മാപ്പാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആകുമോ? ഇല്ല. ആ വിളിച്ചു പറഞ്ഞത് അവിടെ തന്നെ കിടപ്പുണ്ട്. അതൊരിക്കലും മായില്ല. അത് പലരുടെയും കയ്യിലെത്തി, പലരും അത് കണ്ടു, ഒരുപാട് ആൾക്കാർ അത് കണ്ട് ചിരിച്ചു, ഉല്ലസിച്ചു, കൈയടിച്ചു. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഈ അപമാനിച്ചത്. അപ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവം എല്ലാവർക്കും ഉണ്ടാകുക. അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ആയിരിക്കണമെന്നില്ല. പക്ഷേ ഒരു തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് തുറന്നു പറയാൻ, ഇപ്പൊ ഏത് പാർട്ടിയിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാകുക. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അണ്ടറിൽ വരുന്നത്.